ഏതുപോലെ നമ്മുടെ ദേഹത്തേക്കൊരു ബാക്ടീരിയ, ഒരു വൈറസ് കയറിക്കൂടിയാൽ പതുക്കെ 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 നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എപ്പോഴെങ്കിലും ചിലപ്പോൾ ജലസിനസ് ആയിരിക്കാം, ചിലപ്പോൾ വിദ്വേഷമായിരിക്കാം, വെറുപ്പായിരിക്കാം, അഥവാ സംശയമായിരിക്കാം, അഥവാ നമ്മുടെ ഉള്ളിൽ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിരിക്കാം. ഏതെങ്കിലും തരത്തിൽ ഒരു അവഗുണം എൻ്റെ മനസ്സിൽ കടന്നു എങ്കിൽ മനസ്സിലാക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ ദ്വാരമുണ്ടാവുകയും ആ ദ്വാരത്തിൽ കൂടി നമ്മളുടെ എല്ലാ ഊർജവും എന്താകും, അത് വാഷ് ഔട്ടായിട്ട് പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ഉള്ളിലെ ഊർജത്തെ നമ്മൾ സേഫാക്കി വെക്കാൻ വേണ്ടി, സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി, ഈ നെഗറ്റീവ് ആയിരിക്കുന്ന എന്തെല്ലാം അവഗുണങ്ങൾ ഉള്ളിലുണ്ടോ, എന്തെല്ലാം വീക്ക്നെസ്സുകൾ എൻ്റെ ഉള്ളിലുണ്ടോ, അതിനൊക്കെ നമ്മൾ പുറത്തേക്കിടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരിക? അതിന് വല്ല ഉപാധിയുണ്ടോ? നല്ല പുസ്തകങ്ങൾ നമുക്ക് വായിക്കാം, നല്ല നല്ല ഓട്ടോബയോഗ്രഫികൾ ഉണ്ടാകാം, അത് നമുക്ക് വായിക്കാം. ഇതൊക്കെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിശ്രേഷ്ഠമായത് പോസിറ്റീവ് ആ ഒരു എനർജി എന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മളുടെ മനസ്സും ബുദ്ധിയും എപ്പോഴും നല്ലതിനെ മാത്രം ചിന്തിക്കാനുള്ളൊരു പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നിത്യവും നമുക്ക് എനിക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കാനും എന്നെക്കൊണ്ട് പറ്റണം. ഏതുപോലെ നമ്മൾ ടാങ്കിൽ നമ്മൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് 10 മിനിറ്റോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ എടുക്കുകയായിരിക്കാം ആ ടാങ്ക് നിറയാൻ. ആ സമയമെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മെഷീൻ പോലെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതിനൊരു റെസ്റ്റ് കൊടുക്കുന്നതാണ്. ചിലപ്പോൾ ഉച്ചയ്ക്കൊരു 10 മിനിറ്റ് ആയിരിക്കാം, രാത്രി ചിലപ്പോൾ നമ്മൾ 4 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്, 8 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്, പോട്ടെ 6 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്. അപ്പോൾ ശരീരത്തിന് മാത്രം റെസ്റ്റ് കൊടുത്തതുകൊണ്ട് കാര്യമില്ല. നമ്മൾ റെസ്റ്റ് കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിനും കൂടിയാണ്. അപ്പോൾ മനസ്സെപ്പോഴും റെസ്റ്റ് ആ ഒരു സ്റ്റേജിലിരിക്കുന്നത് എപ്പോഴാണോ എൻ്റെ മനസ്സ് പോസിറ്റീവ് ഊർജം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതിനെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കാം. അതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചേ മതിയാവും. അപ്പം അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് സമയം കണ്ടെത്തി ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ മുഴുവൻ ദിവസത്തിൻ്റെ കണക്കൊന്ന് നോക്കുക. കാരണം ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ അന്നത്തെ മുഴുവൻ ദിവസം ആ ഒരു യാത്ര ചെയ്തിട്ടുണ്ടാകാം. പല വിധത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ പല ക്ലാഷസ് സംഭവിച്ചിട്ടുണ്ടാകാം, അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് അവർ കേട്ടില്ല എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടാകാം. അഥവാ ആരെങ്കിലും എന്നെപ്പറ്റി വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അപമാനത്തിൻ്റെ ഫീലിംഗ് നമ്മളുടെ ഉള്ളിലുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ കോണുകളിലൊക്കെ തടഞ്ഞു നിന്നിട്ടുണ്ടാകാം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സോർട്ട് ഔട്ട് ചെയ്യണം. പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ ഞാൻ ബോധ്യപ്പെടുത്തണം, നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ നമ്മളുടെ പരീക്ഷകളാണ്, അഥവാ ഞാനൊരു കളിക്കളത്തിലാണ്, അപ്പോൾ ഇതൊക്കെ ഒരു ഗെയിമാണ്. അപ്പോൾ ഈ തരത്തിൽ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൻ്റെ എല്ലാ ഭാരത്തെയും ഞാൻ മാറ്റി നിർത്തി നമ്മളുടെ ഉള്ളിലെ എല്ലാ അഴുക്കുകളെയും നമ്മൾ അന്ന് ശുദ്ധീകരിക്കുമ്പോൾ അന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് മൈൻഡ് റെസ്റ്റിലാകും, നമ്മുടെ ബോഡി റെസ്റ്റിലാകും. അതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും വളരെയധികം ഫ്രഷായി ഒരു പുതിയ ദിവസത്തിലേക്ക് നമ്മൾ കാൽ ചുവട് വയ്ക്കാനും പുതിയ ലക്ഷ്യത്തോടു കൂടി നമുക്ക് ഓരോ കർമ്മം ചെയ്യുവാനും അത്രയും ഉന്മേഷത്തോടു കൂടി അന്നത്തെ ദിവസത്തെ നമുക്ക് കാണാനും നമ്മളെക്കൊണ്ട് സാധിക്കും.